നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധ അറിയിച്ചെന്ന അഭ്യൂഹങ്ങൾ തള്ളി ഷാഫി പറമ്പിൽ MP രംഗത്ത് വന്നു. പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങളാണെന്നാണ് പ്രതികരണം. ഒരു MPയും സ്വയം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നില്ലല്ലോ. ഞാനിപ്പോൾ മത്സരിച്ച് ജയിച്ച് നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണ്ടേ? മത്സരിക്കണമെന്ന് പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി അനാവശ്യ ചർച്ചകൾക്ക് വഴിവെക്കരുത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. കേരളത്തിൽ UDF-ന്റേത് നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും. അനിവാര്യമായ മാറ്റം കേരളത്തിൽ ഉണ്ടായിരിക്കും. ഇവരെ മാറ്റാൻ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. മത്സരിക്കാൻ സന്നദ്ധരെന്നറിയിച്ച 5 MPമാർ രംഗത്തെത്തിയത് നേതൃത്വത്തിന് തലവേദനയായെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. MPമാർ മത്സരിക്കേണ്ട എന്ന നിലപാട് ആവർത്തിക്കുകയാണ് KPCC നേതൃത്വം. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന് രമേശ് ചെന്നിത്തലയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവരുടെ സ്ഥാനാർത്ഥിത്വം എന്തായിരിക്കും എന്നുള്ള ചോദ്യം വന്നത്. രാഹുലിന് സീറ്റില്ല എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഷാഫി പറമ്പിൽ ഒരുപക്ഷെ വരികയാണെങ്കിൽ അത് ഷാഫിക്ക് ഒരു വലിയൊരു ആവേശമുണ്ട്. അത് മാത്രമല്ല ജനങ്ങൾക്ക് ഇടയിൽ ഷാഫിക്ക് വലിയൊരു ആവേശമുണ്ട്. ഷാഫി ജയിക്കുക തന്നെ ചെയ്യും. നിൽക്കുകയാണെങ്കിൽ ജയം ഉറപ്പ്. അങ്ങനെയെങ്കിൽ മന്ത്രി പദവിയിലേക്ക് ഷാഫി വരാനുള്ള സാധ്യതയുണ്ട്. ഡൽഹിയിലെ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ഷാഫി കേരളത്തിൽ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടവും. അതുകൊണ്ട് തന്നെ ഷാഫി വരിക തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊരു ആവശ്യമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഷാഫി പറയുന്നത് താൻ മത്സരിക്കാൻ ഇറങ്ങുകയില്ല എന്നാണ്. ഷാഫി ഇറങ്ങുകയാണെങ്കിൽ മറ്റു ചിലർ കൂടി മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വ്യക്തമാവുകയാണ്. ഈ ഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു നീക്കം ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഷാഫിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇല്ല, അത് അങ്ങനെ ആരും ഒരു MPയും സ്വയം സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. ഞാൻ മാധ്യമങ്ങൾ കുറെ കാർഡുകൾ എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട് ഇവരൊക്കെ മത്സരിക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരോടും പറയുന്നു, ഈ ഊഹാപോഹങ്ങളുടെ പുറകെ നിങ്ങളും ജനങ്ങളും പോകേണ്ടതില്ല. മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം മത്സരിച്ച് ജയിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. പാർലമെന്റിലാണല്ലോ ഇപ്പൊ മത്സരിച്ചിട്ടുള്ളത്. ഇപ്പൊ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. പിന്നെ ഈ വോട്ടർ പട്ടികയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് ഏകദേശം ആദ്യഘട്ടത്തിൽ എത്ര പേരുകൾ പ്രതീക്ഷിക്കാന്നാണ്? അല്ല, അതൊക്കെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയല്ലേ, നിയമസഭയിൽ മത്സരിക്കുന്നില്ല. പാർട്ടി ഹൈക്കമാൻഡ്. ഞാനിപ്പോ പാർലമെന്റിലെ മെമ്പർ ആണല്ലോ. ഇപ്പൊ പാർലമെന്റ് മെമ്പറായി പ്രവർത്തിക്കാൻ തുടരാൻ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതില്ല തന്നെ പാർട്ടി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ ഞാൻ എല്ലാ MPമാരുടെയും കാര്യത്തിൽ നിങ്ങൾ ഈ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയിട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക്, ഞാൻ പറയുന്ന അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വേദികൾ ഉണ്ടാക്കരുത്. നിങ്ങൾ കുറെ MPമാരുടെ ഫോട്ടോ വെച്ചിട്ട് അവരെല്ലാവരും മത്സരിക്കാൻ ഇറങ്ങി നിൽക്കുക എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. ചിലരുടെ ഒക്കെ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്ന ഞാനും മത്സരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അതെന്തൊരു മര്യാദകേടാ. അങ്ങനെ ആ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിച്ചിട്ട് അതിന്റെ ഇടയിൽ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ ആ ദിശയിലേക്ക് വഴിമാറ്റേണ്ടതില്ല. അതിനകത്ത് ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കും. ആ പാർട്ടി കാര്യങ്ങൾ അതിനനുസരിച്ച് ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞു, പക്ഷെ ബാക്കി കാര്യങ്ങൾ പാർട്ടി എടുക്കും. എല്ലാ MPമാരും കൂടി കേരളത്തിൽ മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കൊന്നുമല്ല. കേരളത്തിലെ UDF-ന്റെ നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും. അനിവാര്യമായ മാറ്റം കേരളത്തിൽ ഉണ്ടായിരിക്കും. അതിന് ജനങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇവരെ മാറ്റാൻ ജനങ്ങൾ തയ്യാറാണ്. ജനങ്ങളുണ്ട് അവരെ മാറ്റാൻ. അതെല്ലാവർക്കും അറിയാം. അതങ്ങനെ ഓരോരുത്തരും ഇപ്പൊ ഞാൻ തന്നെ അത് പാർട്ടിയല്ലേ പറയേണ്ടത്. ഓരോരുത്തരും അവനവന്റെ കാര്യം പറയാൻ പറ്റും. ഞാനും മത്സരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ പേരും ഫോട്ടോ വെച്ചിട്ട് ഒരു ക്യാപ്ഷൻ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അതങ്ങനെ ഓരോ MPമാരും വന്നിങ്ങനെ വരിവരിയായി നിന്നിട്ട് ഓരോരുത്തരുടെ പ്രഖ്യാപനം നടത്താൻ പറ്റൂ? അത് പാർട്ടിയല്ലേ നടത്തേണ്ടത്. മത്സരിക്കണോ വേണ്ടേ എന്നൊക്കെ പാർട്ടി തീരുമാനങ്ങളല്ലേ. അത് പാർട്ടി അതിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ പറയും. എന്നാൽ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാതെ ഈ ഊഹാപോഹങ്ങൾ ഇങ്ങനെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്ന ഏർപ്പാടെങ്കിലും ഒന്ന് നിർത്തണം എന്നുള്ളതാണ് അഭ്യർത്ഥന.